പെന്തക്കോസ്തുകാർക്ക് അവരുടെ വേർപാടെന്ന് പറയുന്ന ഉപദേശം കൈമോശം വന്നിരിക്കുകയാണ്. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, പെന്തക്കോസ്തിലെ ഒരു പ്രമുഖ പാസ്റ്റർ പറയുന്ന ചില വാക്കുകളാണ്. അവരുടെ അടിസ്ഥാന ഉപദേശമായ അല്ലെങ്കിൽ അടിസ്ഥാന ഉപദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വേർപാടെന്ന് പറയുന്ന ആ ഒരു സംഭവം അതിനിപ്പോൾ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രമുഖ പാസ്റ്റർ പരിതപിക്കുന്നത്. പെന്തക്കോസ്തുകാർ ഒരിക്കലും മറക്കരുതാത്തതായ ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം. കാരണം നമ്മുടെ ജീവൻ അതാണ്. നമ്മൾ വ്യത്യസ്തരാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ജീവിതത്തിലും ഉപദേശത്തിലും എല്ലാ കാര്യത്തിലും ഇന്നത്തെ ഒരു പ്രത്യേകം അറിയാമോ, നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്ന് പോകാനാണ് നോക്കുന്നത്. പക്ഷേ ഇന്നൊത്തിരി കോംപ്രമൈസിംഗ് ആയി പോകും. ഇൻക്ലൂഡിങ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ലോ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ മീറ്റിങ്ങുകളിൽ ദൈവവചനം കേൾക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങളല്ലേ കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ മീറ്റിങ്ങുകളിൽ പോലും രാഷ്ട്രീയക്കാർ വന്ന്, എനിക്ക് യാതൊരു വിരോധമില്ല രാഷ്ട്രീയക്കാർ വന്നിരുന്ന് സുവിശേഷം കേട്ടേച്ച് പോകുന്നതിനകത്ത്. പക്ഷേ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർ വന്ന് അവരുടെ സുവിശേഷം നമ്മളെ കേൾപ്പിക്കുക. അപ്പോൾ പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ വേർപെടുക, വേർപെട്ടവരായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈയിടെയായി അല്പം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രമുഖ പാസ്റ്റർ പറയുന്നത് പോലെ അവർ കൊട്ടിഘോഷിക്കുന്ന അവരുടെ ഐഡൻറ്റിറ്റിയായ ഈ വേർപാടിന് ഇപ്പോൾ അല്പം മങ്ങലേറ്റിരിക്കുകയാണ്. അതിന് കാരണം പെന്തക്കോസ്തിൻ്റെ ഈ ഉപദേശത്തെ, ഈ വേർപാടെന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ ഊന്നിക്കൊണ്ടാണ് അവർ വളരെയധികം പ്രശംസിക്കുന്നത്. ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വളരെയേറെ അഹങ്കരിക്കാറും അതുപോലെ തന്നെ അവരതിൽ ഊറ്റം കൊള്ളാറുമൊക്കെ ഉണ്ട്. പലപ്പോഴും അവരുടെ വാക്കുകളിലും പ്രസംഗങ്ങളിലൊക്കെ ഇത് സാധാരണയായി വരാറുള്ളതാണ്. എന്നാൽ ഈ വേർപാടാണ് ഈ പെന്തക്കോസ്ത് വിഭാഗത്തെ കൾട്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം. സാധാരണയായി പെന്തക്കോസ്തുകാർ കൾട്ട് എന്ന് പറയുന്നത് മറ്റ് മതവിഭാഗങ്ങളെയാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പൂജകൾ ചെയ്യുകയും അമ്പലങ്ങൾ പണിയുകയും അല്ലെങ്കിൽ മറ്റ് രൂപങ്ങൾ പ്രതിഷ്ഠിക്കുകയും അതിന് ആരതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന മതങ്ങളെയാണ് ഇവർ കൾട്ടെന്ന് പറയുന്നത്. ആചാരപരമായി നോക്കിക്കൊണ്ട് അതിനെ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരായ ഇവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒറിജിനൽ വിശ്വാസികളും ബാക്കിയുള്ളവരായ മറ്റ് മതസ്ഥർ, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം കൾട്ട് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാരപരമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയകൾ ചെയ്യുന്നതിലോ എന്തെങ്കിലും വിശ്വാസപരമായ ഒരു കാര്യം പിൻപറ്റുകയും ചെയ്യുന്ന ഒരു മതത്തെ അല്ല കൾട്ടെന്ന് പറയുന്നത്. മതത്തിൽ അങ്ങനെയുള്ളതായ കൾട്ടിൻ്റെ യാതൊരുവിധ സ്വഭാവങ്ങളും നമുക്ക് കാണാൻ കഴിയുകയില്ല. കൾട്ട് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ഒരു ചെറിയ കൂട്ടം ഒരു ആശയത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പേരിൽ പൊതുസമൂഹത്തിൽ നിന്നും വേർപെട്ട് വ്യത്യസ്തരായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവരുടെ ആരാധന അല്ലെങ്കിൽ വിശ്വാസപരമായി അവർ ചെയ്യുന്നു എന്നുള്ളതാണ് കൾട്ട് എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അപ്രകാരം പരിഗണിച്ചാൽ പെന്തക്കോസ്തുകാരാണ് ഏറ്റവും വലിയ കൾട്ട്. കൾട്ടിൻ്റെ ഡെഫിനിഷനും അർത്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആ സ്വഭാവവുമായി ഏറ്റവും യോജിച്ച് വരുന്നത് പെന്തക്കോസ്തുകാരാണ്. അവർ തന്നെ കൾട്ടായിരിക്കെ മറ്റുള്ളവരെ കൾട്ട് എന്ന് അവർ പരിഹസിക്കുകയാണ്. കാരണം കൾട്ടിൻ്റെ അർത്ഥം എന്താണെന്നും എന്താകുന്നു കൾട്ടിൻ്റെ സ്വഭാവമെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർ കൾട്ടെന്ന് പറഞ്ഞ് അവരെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് മറ്റു മതസ്ഥരെ അവരുടെ ആചാരങ്ങൾ, അവരുടെ പൂജകൾ, അവരുടെ വിഗ്രഹ പ്രതിഷ്ഠകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൾട്ടെന്നാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതല്ല കൾട്ട്. കൾട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്തുകാർ കൊട്ടിഘോഷിക്കുന്ന വേർപാടെന്ന ഉപദേശം ആണ് കൾട്ടെന്ന് പറയുന്നത്. പൊതുവായുള്ള ഒരു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രബലമായൊരു മതത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുക എന്നുള്ളതാണ് കൾട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഈ പെന്തക്കോസ്തുകാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ ഞങ്ങളാണ് നല്ല വിശ്വാസികളും നല്ല ക്രൈസ്തവരും, ബാക്കി എല്ലാം സമുദായക്കാരും നാമധായ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ കൾട്ടായിട്ട് ഇവർ നിർത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ പൊതുവായ ഒരു വിശ്വാസത്തിൽ നിന്നും പൊതുവായ ഒരു മതത്തിൽ നിന്നും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് കൾട്ട് അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാർ പറയുന്ന വേർപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേർപാട് അവർക്കിപ്പോൾ കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പെന്തക്കോസ്തിസം ഇന്ന് വളരെ അംഗങ്ങളുള്ളവരായി അത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ തന്നെ അതിൻ്റെ അനുയായികളായുണ്ട്. അതുകൊണ്ട് ഇനി പൊതുസമൂഹത്തിൽ നിന്നും വേർപെട്ട് നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇനി അവർക്ക് സമൂഹത്തിൽ യോജിച്ചു പോകണം, മറ്റുള്ളവരുമായി ചേർന്ന് പോകണം,
അവരിപ്പോൾ ചെറിയ ഗ്രൂപ്പല്ല. കൾട്ടുകളുടെ സ്വഭാവം അവർ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അത് വലിയ അംഗസംഖ്യയായി കഴിഞ്ഞു. അതിലേക്ക് അനേകം ആളുകൾ ചേർന്ന് അത് വളരെ രീതിയിൽ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഒരു മതമായി മാറുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കൾട്ട് തന്നെയാണ്. ക്രിസ്ത്യാനിറ്റി പോലും അതിൻ്റെ ആദ്യകാലത്ത് ഒരു കൾട്ടായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കൾട്ടിൻ്റെ സ്വഭാവമാണ് കാണിച്ചിരുന്നത്. യഹൂദ മതത്തിൽ നിന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിൽ നിന്നും വിട്ട് ഒരു ചെറിയ കൂട്ടമായി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ആദിമകാല ക്രിസ്ത്യാനികൾ. ഇപ്പോൾ സ്വഭാവപരമായി ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു കൾട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു മോശം കാര്യമായിട്ടല്ല ഞാനിവിടെ പറയുന്നത്, അതിൻ്റെ സ്വഭാവത്തെ ഊന്നിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നിലനിന്ന ഈ ക്രിസ്തീയ സഭ പിന്നീട് 3-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിനെ ഒരു രാജകീയ മതമാക്കുകയും അങ്ങനെ അത് ശക്തിപ്പെടുകയും അതൊരു മതമായി മാറുകയും ചെയ്തു. അപ്രകാരം തന്നെ പെന്തക്കോസ്തിസവും ഇതേ സിദ്ധാന്തപ്രകാരം ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേക മാളിക മുറിയിലെ പെന്തക്കോസ്ത് അനുഭവം എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ കൂട്ടമായിട്ടാണ് ആരംഭിച്ചത്. അങ്ങനെ ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അവരെപ്പോഴും ഒരു സ്മോൾ ഗ്രൂപ്പായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും വേർപാടും ഒക്കെ ശക്തമായി നിലനിന്നിരുന്നത്. ഇപ്പോൾ അവർ വലിയൊരു സംഘമായി മാറിയതോടുകൂടി ഇനിയിപ്പം കൾട്ട് സ്വഭാവത്തിൽ അല്ലെങ്കിൽ വേർപാട് സ്വഭാവത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് അതിൻ്റെ നേതൃത്വം ഇപ്പോൾ രാഷ്ട്രീയപരമായും ഒക്കെ നീങ്ങുവാനുള്ളതായ സാധ്യതകൾ കാണുന്നുണ്ട്. അവർക്ക് ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു പ്രത്യേകമായ ഒരു പ്രശ്നമായ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാ മതങ്ങളുടെയും രൂപീകരണം ഇതുപോലൊരു കൾട്ട് സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ പുതിയൊരു കൾട്ട് നമുക്കറിയാം, ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന എംപറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന മറ്റൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതും നാളെ ഒരിക്കൽ ശക്തിപ്പെടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വലിയൊരു മതമായി അത് രൂപം കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേർപാട്, ഇവർ പറയുന്ന കൊട്ടിഘോഷിക്കുന്നതായ ഈ വേർപെട്ടവരായിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ കൾട്ട് തന്നെ ആയിരുന്നു എന്നൊന്നും കൂടെ ഊന്നിപ്പറയുകയാണ്. അതൊരു വലിയ മോശം കാര്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളുടെയും ഉത്ഭവം ഇതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഒരു പ്രത്യേക ഉപദേശത്തിലോ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നതിലൂടെയൊക്കെയാണ് അത് രൂപം കൊണ്ട് വലിയൊരു മതമായി മാറുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പെന്തക്കോസ്തിസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ദാസൻ്റെ പരിഭവം സത്യത്തിൽ വീണ്ടും ചെറിയ ഗ്രൂപ്പായി വേർപെട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിനി ഒരിക്കലും സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്തുകാർ കൂടുതൽ ആളുകളെ ചേർക്കാതെയും കൂടുതൽ പരിവർത്തന പരിപാടികൾ ചെയ്യാതെയും ചെറിയ ഇതായിട്ട് തന്നെ വേർപെട്ട് നിൽക്കണമായിരുന്നു. ഇപ്പോൾ വലിയ അംഗസംഖ്യയായപ്പോൾ ഇനി അതുകൊണ്ട് വലിയ സാധ്യതയില്ല. അതിന് വലിയ ഒരു മതസിസ്റ്റമായി രൂപം കൊണ്ടുവരേണ്ടതുണ്ട്. രാജ്യത്തെ പൊളിറ്റിക്സ് മേഖലയിലേക്ക് അതിന് മാറേണ്ടതുണ്ട്. അധികാര രീതിയിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അധികാര മേഖലകളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിന് നേതൃത്വം പ്ലാൻ ചെയ്യുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നതായ കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ പ്രബലമായി നിൽക്കുന്ന ഈ പെന്തക്കോസ്തിൽ നിന്നും മറ്റൊരു കൾട്ട് രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉപദേശം പോലെ ഇവരൊന്നും ശരിയല്ല, ഇവരൊക്കെ സാത്താനികമാണ്, ഇവരൊക്കെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോവുകയാണ്, ഇത് ദൈവഹിതമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു കൾട്ട് ഇതിൽ നിന്നും ചിലപ്പോൾ രൂപപ്പെട്ടു വരുവാനുള്ള സാധ്യതയുണ്ട്. അവർ വീണ്ടും ഇവർക്കും എതിരായിരിക്കും. പൊതുവേ ഉള്ള ക്രിസ്ത്യാനിറ്റിക്കും എതിരായിരിക്കും, മറ്റു മതങ്ങൾക്കെതിരായിരിക്കും, ഈ പെന്തക്കോസ്തിനും അവരെതിരായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മതസിസ്റ്റത്തിൻ്റെയും കൾട്ടിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒറ്റപ്പെട്ട് നിന്നതിൻ്റെ കാര്യം ആ യഹൂദ മതത്തിൻ്റേതായ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെ അവർ പുറത്തു വരികയും അവരുടേതായ മതവും ദൈവാലയവും നശിക്കുന്ന ആ ഒരു കാലം വരെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്തിരുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു അത് ആ ഒരു കാലഘട്ടത്തോടു കൂടി കഴിഞ്ഞു പോയതാണ്. ബൈബിൾ എഴുത്തുകളെല്ലാം, പുതിയ നിയമ ലേഖനങ്ങൾ എഴുത്തുകളെല്ലാം ആ ഒരു കാലഘട്ടത്തേക്ക് ആവശ്യമുള്ളതായിരുന്നു. അത് കഴിഞ്ഞുപോയി. അപ്പോൾ പെന്തക്കോസ്തുകാർ ചെയ്യുന്നത് ഈ ഒരു ശുഷ്കമായ കാലഘട്ടത്തെ, അതായത് AD 30 മുതൽ AD 70 വരെയുള്ള 40 വർഷത്തെ ഈ എഴുത്തുകൾ എല്ലാ കാലത്തേക്കും മാറ്റിവെച്ച് വേർപെട്ടവരായിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാലഘടന പരിഗണിക്കാതെ കൊണ്ടുപോവുകയാണ്. ഇനി ഒരു 2000 വർഷം കൂടെ അവരത് കൊണ്ടുപോകും. അതിനുള്ള ഒരു സിദ്ധാന്തമാണ് പെന്തക്കോസ്തിൻ്റെ എന്ന് പറയുന്നത്. ബൈബിളിനെ വേറെ വിധം മനസ്സിലാക്കുകയോ അതിൻ്റെ കാലഘടന പഠിക്കുകയോ അതിൻ്റെ ഓഡിയൻസ് റെലവൻസ് മനസ്സിലാക്കുകയോ ചെയ്യാതെയുള്ളതായ പെന്തക്കോസ്തുകാരുടെ ഈ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, ഇനി ഈ പെന്തക്കോസ്തിൽ നിന്നും മറ്റൊരു കൾട്ട്, വിശുദ്ധരായ മറ്റൊരു വേർപെട്ടൊരു കൂട്ടം നമുക്കുടനെ പ്രതീക്ഷിക്കാം. മുഖ്യധാര പെന്തക്കോസ്ത് ഇപ്പോൾ അവർ മതമായിട്ട് വളർന്നു, അവർ സിസ്റ്റമായിട്ട് അവർ വലിയ ജനസംഖ്യയായി അവർ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നിർത്താൻ പോകുന്നു. അവരുടേതായ ഭാഗധേയം രാജ്യത്ത് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കുവാൻ പോകുന്നു. അതിനോട് വിയോജിപ്പുള്ള മറ്റൊരു കൾട്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്നും പുറത്തിറങ്ങും. അവരും വേർപെട്ടവരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് പൊതു സ്വഭാവമാണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ. അല്ലാതെ മറ്റൊരു രീതിയിൽ സ്ഥിരമായി നിലനിൽക്കുന്നതായ ഒരു മൂല്യങ്ങളോ ഒരു രീതിയോ ഒന്നും
ഒരു മതത്തിനും ആ മതത്തിൻ്റെ കൾട്ടുകൾക്കും അവകാശപ്പെടുവാനില്ല. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതും മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവമാണ്. മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുക. മാറാത്തതെല്ലാം നശിക്കും. അത് ശോഷണം സംഭവിക്കും. അതുകൊണ്ട് അവർ അത് മാറി. ഇനിയിപ്പം അതിൽ നിന്ന് വേർപെടുന്ന കൾട്ടും ചിലപ്പോൾ ഒരു വലിയ സംഘമൊക്കെയായി മാറി പല ആളുകളും ഒക്കെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതും നാളെ ഒരിക്കൽ വീണ്ടും ഒരു ശക്തരായി വരുവാനുള്ള സാധ്യതയുണ്ട്. ഇത് മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം ഉണ്ടാകും. ബൈബിൾ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ കാണിക്കുന്നതെല്ലാം ഒരു ആവശ്യവുമില്ലാത്തതാണ്. അതിൻ്റെ കാലപരിധി കഴിഞ്ഞതാണ്. ഈ പറയുന്ന പ്രമുഖ ദൈവദാസന് പോലും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കാലഘട്ടത്തേക്ക് യഹൂദ മതത്തിൽ നിന്നും വേർപെട്ടിരിക്കുവാൻ അന്നത്തെ ക്രിസ്ത്യാനികളോട് പറഞ്ഞതായ ഉപദേശം എല്ലാ കാലത്തും വേർപെട്ടവരായി കൾട്ടായിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലാക്കിയിരിക്കുന്നതായ കാര്യം. അത് തീർച്ചയായും തെറ്റാണ്. അതിൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെ ബൈബിൾ വ്യാഖ്യാനിച്ച് അതിൻ്റെ ഓരോ വാക്യങ്ങളിലൂടെയൊക്കെ നിലനിന്ന് പോകുന്നതാണ് ക്രിസ്ത്യാനിറ്റിയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പല കൾട്ട് പ്രസ്ഥാനങ്ങളും. പെന്തക്കോസ്തുകാർ മാത്രമല്ല, യേശുനാമക്കാരും ബ്രദറൻസും യഹോവ വിറ്റ്നസ്സും എന്നൊക്കെ പറയുന്നതായ ഒരുപാട് ഉപസംഘടനകളും ഉപപ്രസ്ഥാനങ്ങളും കൾട്ടുകളായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ബൈബിളിലെ ഓരോ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഉപദേശം രൂപീകരിക്കുന്നുണ്ട്, നിലനിന്ന് പോകുന്നുണ്ട്. അത് ഇനിയും തുടരുമെന്നുള്ളതാണ്. ബേസിക്കായിട്ട് ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബൈബിൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ടി എഴുതിയതോ ആർക്കും ബാധകമായതായ കാര്യങ്ങളൊന്നും അതിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസിന് ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടിയതായ ഉപദേശങ്ങൾ കൊടുത്ത എഴുത്തുകളാണ് അതെല്ലാം. അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ഗിമ്മിക്കുകളും നമ്മൾ ഇനി മുതൽ കാണേണ്ടതായി വരും.